ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിലാണ്. ക്ഷേത്രം ഏതെന്ന് വെച്ചാൽ ശ്രീ ചാമുണ്ഡി ക്ഷേത്രം, കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. അത് നമ്മുടെ ചാങ്ങയിൽ പാർവതി പുത്തനാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്നാ പറഞ്ഞേ? എവിടെയാണ്? പാർവതി പുത്തനാർ. നമ്മൾ ഈ കാണുന്നത് ഈ വീഡിയോ ഉണ്ടോ, നമ്മൾ ഈ കവർ ചെയ്ത് നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുന്ന ഇതാണ് പാർവതി പുത്തനാർ. ഇതിപ്പോ പാലമൊക്കെ നല്ലതുപോലെ കെട്ടിയിട്ടുണ്ടല്ലേ. ഇതിനകത്ത് വലിയ വണ്ടികൾ അനുവദിക്കുന്നതല്ല, ഈ പാലത്തിന് വലിയ വണ്ടികളൊന്നും കയറാൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് വലിയ വണ്ടികൾ കയറാതിരിക്കാൻ വേണ്ടിയും കൂടെ ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് പക്ഷെ അമ്പലത്തിലൂടെ വണ്ടി കിടന്നതാ, അത് ഇതിലെ ഈ റോഡ് അനുവദിക്കുന്നതല്ല, വേറെ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം 600 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ തിരുവനന്തപുരം ഈ ക്ഷേത്രം അല്ലേ. തിരുവനന്തപുരം ജില്ലയിലെ ഈ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം ഏകദേശം 600 വർഷത്തോളം പഴക്കമുണ്ട്. നമ്മുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നും കൂടെയാണ് ഈ ക്ഷേത്രം അല്ലേ. ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം പോയിട്ട് നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഒരു പരുവത്തിൽ നമ്മളിങ്ങനെ ചെന്ന് കാണുക, അങ്ങ് പോവുക, അങ്ങനെയുള്ളൊരിതായിരുന്നു. നമ്മൾ പോണ വഴിക്ക് ഞാനിപ്പോൾ നേരത്തേക്ക് ഓട്ടോ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് നമ്മളെ വിളിച്ചുകൊണ്ട് അവിടെ പോയിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ, ഇപ്പോൾ എയർപോർട്ടിൽ തന്നെ പോകുന്ന വഴിക്കൊക്കെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. വെറുതെ ഒന്ന് ഇറങ്ങി കുറേ നേരമൊക്കെ ഇരുന്നിട്ട് പോവാം എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പുത്തനാറ് കഴിഞ്ഞിട്ട് നേരെ ക്ഷേത്രത്തിലോട്ടുള്ള കവാടം നമ്മളിങ്ങനെ കയറി പോകുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ ക്ഷേത്രം കണ്ടോ. ക്ഷേത്രം കാണുമ്പോൾ തന്നെ അറിയാം. ക്ഷേത്രത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണല്ലേ ക്ഷേത്രം കാണാൻ. പിന്നെ എന്ന് പറയുമ്പോ എപ്പോഴും ആളുകൾ വന്ന് പോകുന്ന ഒരു അമ്പലം കൂടിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അതെ, പിന്നെ അതുമല്ല, നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കിഴക്കേക്കോട്ട ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർക്ക് അവിടെ നിന്നും നമ്മൾ ഗൂഗിൾ മാപ്പ് അടിച്ച് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം അടിച്ചാൽ മതി. അതെ, അതിന് അപ്പോൾ തന്നെ വഴി കാണിച്ചു കൊടുക്കും. നമ്മളെ ഗൂഗിളം വച്ച് വഴി കാണിച്ചു കൊടുക്കും. എങ്ങോട്ടാണ്? 5 കിലോമീറ്റർ മാറി നമ്മുടെ കരിക്കകം ക്ഷേത്രം. പണ്ട് രാജഭരണകാലത്തൊക്കെ രാജാവിന്റെ നീതി നിർവഹണ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് അല്ലേ. ഇവിടെ വെച്ചാണ് ആളുകളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നത്. സത്യം എന്ത് സത്യവും തെളിയുമെന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളെ കോടതിയും പോലീസും ഒന്നും ഇടപെട്ടിട്ടും സത്യം കണ്ടുപിടിക്കാത്ത കേസുകൾ ഇവിടെ വന്ന് നിന്ന് അത് തെളിയുമെന്നാണ് കേട്ടോ പറയുന്നത്. ഇന്നും അത് തന്നെയാണ് ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ ഇവിടെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ക്ഷേത്രത്തിനെ പരീക്ഷണ ക്ഷേത്രം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ഇത് ഉള്ളത് കൊണ്ട് ഇതിനെ പരീക്ഷണ ക്ഷേത്രം എന്നുകൂടിയാണ് നമ്മുടെ കരിക്കക ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. പാർക്കിംഗ് സൗകര്യമൊക്കെ വലിയ നല്ല അടിപൊളിയായിട്ട് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടല്ലേ. നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. ക്ഷേത്രത്തിലെ 3 ശ്രീകോവിലുകളിൽ ഒരു ദേവിയെ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അല്ലേ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് കേട്ടോ. അതെ, ഏറ്റവും അപൂർവം. അതേ, സാധാരണ ഇതിൽ ഞാനും അങ്ങനെ കേട്ടിട്ടില്ല. നമ്മുടെ എല്ലാ ശ്രീകോവിലുകളിലും ഇങ്ങനെ ഒരു ദേവിയെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. ഇത് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ പ്രത്യേകത നമ്മൾ വായിക്കാനിടയായത്. ദേവീ സങ്കല്പത്തെ 3 ഭാവങ്ങളിൽ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണിത്. നമ്മുടെ കരിക്കകം ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് 3 ഭാവങ്ങളിലാണ് ദേവിയെ ആരാധിക്കുന്നത് അല്ലേ. ഭക്തർ അർപ്പിക്കുന്ന കടും പായസമാണ് ദേവിയുടെ ഇഷ്ടവഴിപാട് എന്ന് പറയുന്നത്. കടും പായസം. പിന്നെ കൂടാതെ ശത്രുദോഷത്തിനും കാര്യസിദ്ധിക്കുമായി 13 വെള്ളിയാഴ്ചകളിൽ നടത്താറുള്ള രക്തപുഷ്പാഞ്ജലിയും ഇവിടുത്തെ പ്രത്യേകതയാണ് അല്ലേ. രക്തപുഷ്പാഞ്ജലി ഇവിടുത്തെ പ്രത്യേകത. മീനമാസത്തിലെ മകം നാളിലാണ് കരിക്കക അമ്മയ്ക്ക് പൊങ്കാല മഹോത്സവം നടക്കുന്നത്. ഞാനും പോയിട്ടുണ്ട് പൊങ്കാല മഹോത്സവത്തിന്. അടിപൊളിയാണ്. പിന്നെ ആ 7 ദിവസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ. വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടുത്തെ പൊങ്കാലയ്ക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലം കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. 2 തവണ ചേട്ടൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അന്ന് എല്ലാം ഈ നേരം വായിക്കുന്നത് കാരണം നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ ഇറങ്ങാന്ന് വെച്ചേ.
തിരിച്ചു വരുമ്പോ ഇറങ്ങാമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ചേട്ടൻ പറഞ്ഞു അതൊന്നും നടക്കൂല, നമുക്ക് മഹോത്സവം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഉത്സവം. ഞാൻ നമ്മൾ ഇനി എന്തായാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 7 ദിവസത്തെ ഉത്സവം അത് വളരെ ഗംഭീരമായാണ് നടക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടൊക്കെ തന്നെയാണ് പൊങ്കാലയും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദേവിയാണ് കേട്ടോ. ഏത് ഭക്തർക്കും എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. അതുപോലെ തന്നെയാണ് വേറെ ഒരു അമ്പലത്തിലാത്തൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇവിടെ നട തുറപ്പിച്ച് വേണമെങ്കിലും ദേവിയെടുത്ത് നമുക്ക് ചെല്ലാം എന്നുള്ള ഒരു സൗകര്യം കൂടെ ഉള്ള ഒരു അമ്പലം കൂടിയാണ് കേട്ടോ ഇത്. സാധാരണ അമ്പലങ്ങളിൽ നട അടച്ചു കഴിഞ്ഞാൽ പോവില്ലല്ലോ, പക്ഷേ ഈ അമ്പലത്തിൽ നട അടച്ചാലും ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നട തുറക്കും എന്നാണ് പറയുന്നത്. എന്ത് നന്മയുടെയും നീതിയുടെയും പ്രകാശം കൂടിയാണ് എന്നും അതെ, ഈ നാടിന് തന്നെ നല്ല ചൈതന്യമായിട്ട് വിളങ്ങി നിൽക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഈ കരിക്കകം അമ്പലം എന്ന് പറയുന്നത്. ഈ ശ്രീകോവിലിൽ തെളിഞ്ഞു കാണുന്നത് ആ ചൈതന്യം നാടിന് ചൊരിഞ്ഞുകൊണ്ട് തന്നെ വിളങ്ങി നിൽക്കുന്നത് ദേവി ചൈതന്യം. നമ്മുടെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒത്തിരി ആളുകൾ ഇവിടെ എത്താറുണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് ഒരു ഉച്ച സമയമായിരുന്നു. ആ സമയത്ത് അവിടെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് അവിടെ അതിന്റെ ചിറ്റായൊക്കെ ഇരിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾ കളിച്ച്, പിന്നെ അതുമല്ല നമ്മുടെ കർണാടക രജിസ്റ്റേർഡ് വാഹനങ്ങൾ വരെ അവിടെ ഉണ്ട്. അതെ, അത് അങ്ങനെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. കർണാടക രജിസ്റ്റേർഡ് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ തമിഴ്നാട് വണ്ടികളുണ്ടായിരുന്നു. അത് ഒരുപാടൊന്നും ഇല്ല, അവിടെ എവിടെയും കാറ്റൊക്കെ എന്നാലും ആളുണ്ട്. നമ്മൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്നു ഇവിടെ ഇങ്ങ് ആളില്ല എന്നുള്ളത്. ആളുണ്ട് കേട്ടോ, ഈ സൈഡിലൊക്കെ ആളുണ്ട്. ഇതിന്റെ ബാക്ക് ഭാഗത്തോട്ടൊക്കെ ഒരുപാട് പേര് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇരിക്കും. നമ്മളിതാ ഈ അമ്പലത്തിന്റെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ടിൽ നോക്കിയാൽ അവിടെ ഇരിക്കുന്ന ഒരു അമ്മ ഇരിക്കുന്നത് കണ്ടോ, അത് അതിന്റെ അകത്തോട്ടൊക്കെ ആളിരിപ്പുണ്ട്. പിന്നെ പാർക്കിംഗ് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ ആളിരിക്കുന്നുണ്ട്. അത് പിന്നെ കുറേ ആൾക്കാർ ആ വണ്ടിയിലൊക്കെ പോയിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കടയുണ്ടായിരുന്നു, കടയിൽ അവിടെ ആളുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലോട്ട് ഒരു വീഡിയോയ്ക്ക് എടുക്കാൻ വെറുതെ പോയായിരുന്നു. ഞങ്ങൾ കുറച്ച് നടന്ന് നോക്കിയതായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം ഒന്ന് നടന്നൊക്കെ പോയി നോക്കി, എന്നിട്ടൊക്കെ തിരിച്ചു വന്നു അല്ലേ. അങ്ങനെ നടന്നൊന്ന് ചുറ്റുമൊക്കെ നടന്നൊക്കെ ഒന്ന് ഇവിടെ പൊങ്കാല നടന്നാലും തിരക്കെന്ന് പറഞ്ഞാൽ നമ്മളില്ല ആറ്റിയാൽ പൊങ്കാലാണൊക്കെ അത് അങ്ങ് നിറഞ്ഞങ്ങ് കിടക്കുകയായിരിക്കും. പിന്നെ അത്രയും പ്രാധാന്യമുള്ള അമ്പലമല്ലേ, അതിന്റെ തിരക്ക് പിന്നെ എപ്പോഴും കാണുമല്ലോ അവിടെ. നമ്മൾ പോയപ്പോഴും കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയൊക്കെയായിരുന്നു കേട്ടോ. കാലാവസ്ഥയായിരുന്നു. പക്ഷെ അതാ എങ്ങനെ കാണാം, എന്ത് ഒരു ആ വ്യൂ ഒന്ന് നോക്കി എന്ന് പറഞ്ഞാൽ ഒരു പറയാതിരിക്കാൻ വയ്യല്ലേ. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആകാശത്തിന് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ആ ദേവി ചൈതന്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഇതും കൂടെയാണ്. സംഭവം പിന്നെ 600 വർഷം പഴക്കമുണ്ടെന്നല്ലേ പറയണം. അപ്പോൾ അത് പണിത് മാറ്റങ്ങളും പുതുക്കിയത് പണിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ തന്നെയും എന്ത് മനോഹരമല്ലേ കാണാനായിട്ട്. വീഡിയോ അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ കരിക്കകം ക്ഷേത്ര കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.